നമസ്കാരം. ധർമാധർമ്മങ്ങളുടെ മാറ്റുരച്ച മഹായുദ്ധത്തിൻ്റെ കഥപാടി ഇതിഹാസമായ മഹാഭാരതത്തിൽ ധർമ്മിഷ്ഠനെങ്കിലും അധർമ്മത്തിൻ്റെ ഭാഗത്ത് നിന്ന് യുദ്ധം ചെയ്യേണ്ടി വന്ന കർണൻ്റെ പത്നി വൃഷാലി, ഒരു സൂത പെൺകുട്ടി, ഒരു മഹാരാജ്ഞിയായ കഥ ഞാൻ നിങ്ങളോട് പറയുന്നു. അംഗരാജ്ഞി വൃഷാലി. ഹസ്തിനപുര മഹാരാജ്യം. ആ മഹാരാജ്യത്തിനു ചുറ്റും നിബിഡ വനങ്ങളാണ്. ആ വനത്തെ ചുറ്റിപ്പോകുന്ന വനപാതയിലൂടെ അതാ 2 വെള്ളക്കുതിരകൾ പാഞ്ഞു പോകുകയാണ്. ആ കുതിരകൾ സഞ്ചരിക്കുന്നത് പ്രയാഗയിലേക്കാണ്. പ്രയാഗ ത്രിവേണി സംഗമസ്ഥലി. ആ യോദ്ധാക്കൾ പ്രയാഗയിലെത്തി. കൈക്കുമ്പിളിൽ ജലമെടുത്ത് അസ്തമയ സൂര്യന് അർഘ്യമർപ്പിച്ചു. അവർ കുതിരകളെ പിടിച്ചുകൊണ്ട് ആ കാനന പാതയിലേക്ക് തിരിച്ചു നടക്കുകയാണ്. അതാ ഒരു പൊട്ടിച്ചിരി കേൾക്കുന്നു. ഒരു പറ്റ സുന്ദരിമാർ പ്രയാഗയിൽ നിന്ന് മൺകുടത്തിൽ ജലം ശേഖരിച്ച് തലയിൽ ചുമന്നുകൊണ്ട് ആ കാനന പാതയിലേക്ക് വരികയാണ്. ആ യോദ്ധാക്കൾ കുതിരകളെ ഒതുക്കി അവർക്ക് പോകാൻ വഴിയൊരുക്കി. പക്ഷേ കുതിരയ്ക്ക് പോലും സഹിക്കുന്നില്ല ആ സുന്ദരികളെ കണ്ടിട്ട്. ഒന്നാമന്റെ കുതിര അതിലൊരു സുന്ദരിയുടെ കഴുത്തിലൊരു ഉമ്മ കൊടുത്തു. ആ പെൺകുട്ടി ഭയന്ന് അവളുടെ ശിരസിലിരുന്ന മൺകുടം നിലത്ത് വീണുടഞ്ഞു. ആ കുട്ടി ആ ഒന്നാമത്തെ യോദ്ധാവിൻ്റെ കാൽക്കൽ വീണ് കിടന്നു വിറയ്ക്കുകയാണ്. ആ ജലം വീണ് അവളുടെ വസ്ത്രങ്ങൾ അവളുടെ ശരീരത്തിലേക്ക് ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. കൈതപ്പൂവിൻ്റെ നിറമുള്ള ഒരു സുന്ദരി. ആ യോദ്ധാവിൻ്റെ കണ്ണുകൾ വിടർന്നു. ബ്രഹ്മാവിൻ്റെ ആദ്യ സുഖനിദ്രയിൽ നിന്ന് മന്ദം നിർഗമിച്ച നിശ്വാസമാണ് സ്ത്രീ. കൈതപ്പൂ നിറമുള്ള ഒരു സുന്ദരി ആ യോദ്ധാവിൻ്റെ കാൽക്കൽ വീണ് കിടന്നു വിറയ്ക്കുകയാണ്. പെട്ടെന്ന് അവരിൽ നിന്ന് ഒരു പെൺകുട്ടി മുന്നോട്ട് വന്നു. മഹാരാജാവേ, ക്ഷമിച്ചാലും എൻ്റെ കൂട്ടുകാരിയുടെ അശ്രദ്ധ കൊണ്ട് അങ്ങയുടെ വസ്ത്രം നനഞ്ഞു. മഹാരാജാവോ? ഞാനോ? ഞാൻ മഹാരാജാവൊന്നുമല്ല. ഞാൻ ചമ്പാപുരിയിലെ സൂതരാജൻ അതിരഥന്റെ പുത്രൻ രാധേയ കർണൻ. ഇവൻ എൻ്റെ ഇളയ സഹോദരൻ ശോണൻ. ഞങ്ങൾ ഹസ്തിനപുരത്തു നിന്ന് ചമ്പാപുരിയിലേക്ക് പോവുകയാണ്. 2 ദിവസം അവർ ചമ്പാപുരിയിൽ പാർത്ത് തിരിച്ച് ഹസ്തിനപുര മഹാരാജധാനിയിലെത്തി. അവിടെ കർണനെ കാത്ത് ഒരു മഹാഭാഗ്യമുണ്ടായിരുന്നു. സൂതപുത്രനായ കർണൻ ഹസ്തിനപുര യുവരാജാവിൻ്റെ നിർദ്ദേശപ്രകാരം അംഗരാജാവായി അഭിഷിക്തനായി. ഒരു ദിവസം കർണൻ രാജസഭയിൽ ഇരിക്കുകയാണ്. ഒരു ഭടൻ വന്ന് അറിയിക്കുന്നു, മഹാരാജാവേ, അങ്ങേ കാത്ത് യുവരാജാവ് ദുര്യോധനൻ കൊട്ടാരത്തിലെത്തിയിരിക്കുന്നു. കർണൻ രാജസഭ നിർത്തിവെച്ച് കൊട്ടാരത്തിലെത്തി. കർണ, ഞാൻ നിങ്ങളുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. വിവാഹമോ? എനിക്ക് വിവാഹം വേണ്ട. കർണ, നിങ്ങൾ ഇന്ന് അംഗരാജാവാണ്. നിങ്ങൾ വിവാഹിതനാകണം. നിങ്ങൾ ചതുർഭുജനായാലേ നിങ്ങളുടെ രാജകിരീടത്തിന് ഉറപ്പുണ്ടാവുകയുള്ളൂ. കർണൻ ഋണബന്ധിതനാണ്. ദുര്യോധനന്റെ ഏത് തീരുമാനത്തെയും മനസ്സാ അംഗീകരിക്കേണ്ട കർത്തവ്യമുണ്ട് കർണന്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ തീരുമാനത്തിന് കൂടെ നിൽക്കേണ്ടി വന്നു. കർണന്റെ പ്രഭാതങ്ങൾ ആരംഭിക്കുന്നത് അങ്ങ് ഗംഗാതീരത്താണ്. കർണൻ ഗംഗാതീരത്ത് സൂര്യന് അർഘ്യമർപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഒരു നിലവിളി കേട്ടോ, രക്ഷിക്കൂ, രക്ഷിക്കൂ. അർഘ്യം പൂർത്തിയാക്കാതെ കർണൻ പിന്തിരിഞ്ഞു നോക്കി. അതാ വളയിട്ട 2 കൈകൾ ജലോപരിതലത്തിൽ ഉയർന്നു കാണാം. രക്ഷിക്കൂ, രക്ഷിക്കൂ. കർണൻ തൻ്റെ അർഘ്യം പൂർത്തിയാക്കാതെ നീന്തി ആ പെൺകുട്ടിയുടെ സമീപമെത്തി. കാർമേഘം പോലെ പരന്നു കിടക്കുന്ന അവളുടെ തലമുടിയിൽ ചുറ്റിപ്പിടിച്ച് അവളെയും കൊണ്ട് നീന്തി കരയിലെത്തി. അവളെ കൈക്കുമ്പിളിൽ കോരിയെടുത്ത് ആ ഗംഗാതീരത്ത് കിടത്തി. അവൾ വിറയ്ക്കുകയാണ്. കർണൻ കരയിലിരിക്കുന്ന തൻ്റെ ഉണങ്ങിയ ഉത്തരീയത്തെക്കുറിച്ച് ഓർത്തു. അദ്ദേഹം പാഞ്ഞുപോയി ആ ഉത്തരീയം എടുത്തുകൊണ്ടുവന്ന് ആ പെൺകുട്ടിയെ പുതപ്പിച്ചു. അവൾ മെല്ലെ കണ്ണുകൾ തുറന്നു. അവളുടെ നോട്ടം ആ യോദ്ധാവിൻ്റെ കർണകുണ്ടലങ്ങളിൽ തങ്ങി നിന്നു. അവൾക്ക് ആളെ മനസ്സിലായി. അങ്ങ് പ്രയാഗയിൽ വീണുടഞ്ഞു പോയ അവളുടെ മൺകുടം
അരപ്പട്ടയിൽ ഇന്നും സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അംഗരാജ കർണൻ. അവൾ പെട്ടെന്ന് ചാടി എണീറ്റ് അതാ ഓടി പറയുകയാണ്. കർണൻ തിരിച്ച് കൊട്ടാരത്തിലെത്തി. അച്ഛാ, അങ്ങ് എനിക്ക് വധുവായി നിശ്ചയിച്ച പെൺകുട്ടി ആരാണ്? എൻ്റെ മനസ്സിൽ ഒരു പെൺകുട്ടിയുണ്ട്. മകനെ, ആ പെൺകുട്ടിയെ തന്നെയാണ് നിന്റെ ആത്മാർത്ഥ സ്നേഹിതനായ യുവരാജ ദുര്യോധനൻ നിനക്ക് വധുവായി കണ്ടെത്തിയിരിക്കുന്നത്. പ്രയാഗയിലെ പ്രധാന സാരഥി സത്യസേനന്റെ സഹോദരി വൃഷാലി. കർണന്റെ മനസ്സിൽ ഒരു അമൃതകുംഭം ചൊരിഞ്ഞു. ഭാരതവർഷത്തിലെ ഏറ്റവും ആഘോഷമായ കല്യാണമായി അംഗരാജ കർണന്റെ വിവാഹം നടന്നു. പ്രഥമ രാത്രി തൻ്റെ ശയ്യാഗാരത്തിൽ കർണൻ വധുവിനോടൊത്ത് ഇരിക്കുകയാണ്. പ്രഥമ രാത്രി അംഗരാജാവായി മാറുമ്പോഴും വെറും ഒരു സൂതനായി ഒരു സൂത പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ഒരു മൺകുടത്തിൻ്റെ കഷണം പ്രണയത്തിൻ്റെ മുദ്രയായി തൻ്റെ അരപ്പട്ടയിൽ സൂക്ഷിച്ചു വെച്ച അംഗരാജ കർണൻ, അദ്ദേഹത്തിൻ്റെ മരണം അർജുനൻ്റെ കൈകൊണ്ടാണ്. അങ്ങ് കുരുക്ഷേത്ര യുദ്ധത്തിൽ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ശ്രീകൃഷ്ണന്റെ മടിയിൽ കിടന്നുകൊണ്ട് കർണൻ ഒരിംഗിതം അറിയിച്ചു. അല്ലയോ ശ്രീകൃഷ്ണ, അങ്ങ് എൻ്റെ ദേഹം ഒരു കന്യാഭൂമിയിൽ വേണം ദഹിപ്പിക്കാൻ. ഒരു പുൽനാമ്പ് പോലും മുളയ്ക്കാത്ത ഒരു കന്യാഭൂമിയിൽ വേണം ഈ കർണന്റെ ശവദാഹം നടത്തേണ്ടത്. കർണന്റെ ശവശരീരം കർണന്റെ കുതിരയുടെ പുറത്തു വെച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ ആമീൻ കുന്ന് കയറുകയാണ്. ആ പാറക്കെട്ടിന് മുകളിൽ ഒരു ചന്ദനച്ചിത ഒരുങ്ങിയിരിക്കുന്നു. ശ്രീകൃഷ്ണൻ 2 കൈകൾ കൊണ്ടും കർണന്റെ ശവശരീരം താങ്ങിയെടുത്ത് ആ ചന്ദനച്ചിതയിൽ വെച്ചു. അഗ്നി പകർന്നു. പുകച്ചുരുളുകൾ ഉയരുകയാണ്. അതാ ആ പുകച്ചുരുളുകളിനിടയിലൂടെ ഒരു സ്ത്രീ രൂപം നടന്നു വരുന്നു. നനഞ്ഞ വെള്ള വസ്ത്രം ധരിച്ച് കാറ്റിലുലയുന്ന തലമുടിയുമായി ഒരു സ്ത്രീ രൂപം, വൃഷാലി. അവൾ തൊഴുകൈകളോടെ നടന്നു വരികയാണ്. നടന്നു വന്ന് വൃഷാലി അച്ചിതയിലേക്ക് പ്രവേശിച്ചു. ഒരു മൺകുടം ഉടഞ്ഞു തകരുന്നത് പോലെ അവരുടെ നെഞ്ചിൻ കൂടുകൾ ഉടഞ്ഞു തകരുന്നത് ശ്രീകൃഷ്ണൻ കേട്ടു. ആലിംഗനബദ്ധരായി ആ ദേഹികൾ ആകാശത്തിലേക്ക് ഉയർന്നു പോകുന്നത് തൊഴുകൈകളോടെ കൃഷ്ണൻ നോക്കി നിന്നു. വൃഷാലി ആ ചിതയിലേക്ക് പ്രവേശിച്ചപ്പോൾ അവളുടെ ഉത്തരീയം നിലത്തു വീണു. ശ്രീകൃഷ്ണൻ ചാട്ട കൊണ്ട് അത് എടുത്തു നോക്കി. അതിൻ്റെ അറ്റത്ത് ഒരു കെട്ട്. അദ്ദേഹം അത് തുറന്നു നോക്കി. ഒരു മൺകുടത്തിന്റെ കഷണം. അങ്ങ് പ്രയാഗയിൽ വീണുടഞ്ഞു പോയ അവളുടെ പതിദേവനായ കർണൻ ആ ജീവനാന്തകാലം അരപ്പട്ടയിൽ സൂക്ഷിച്ചു വെച്ച അവരുടെ പ്രണയത്തിന്റെ മുദ്ര, ഒരു മൺകുടത്തിന്റെ കഷണം. അത് ആ ചിതയിലേക്കിടാൻ ശ്രീകൃഷ്ണൻ കൈകൾ നീട്ടി. പക്ഷേ അദ്ദേഹം ആ കൈകൾ പിൻവലിച്ചു. എന്നും ഒരു ഭഗ്ന പ്രണയത്തിന്റെ ഓർമ്മയിൽ ജീവിക്കുന്ന ശ്രീകൃഷ്ണൻ ആ മൺകുടത്തിന്റെ കഷണം തൻ്റെ പീതപട്ടാമ്പരത്തിന്റെ അരപ്പട്ടയിൽ സൂക്ഷിച്ചു വെച്ചു. ധർമ്മ സംസ്ഥാപനാർത്ഥം വീണ്ടും വരുന്നതിനു വേണ്ടി ശ്രീകൃഷ്ണൻ വായുജുത്തിന്റെ പുറത്ത് കയറി പാഞ്ഞുപോയി. നന്ദി, നമസ്കാരം. സ്നേഹലത ചേച്ചി, ഗംഭീര പെർഫോമൻസ് ആയിരുന്നു അല്ലേ? നീത, എന്താണ് തോന്നിയത് ഇത്ര അടുത്തിരുന്ന് ഈ ഒരു കഥാപ്രസംഗം, അതും ഒരു ലൈവ് ഓർക്കസ്ട്ര സെക്ഷനോട് കൂടിയാണ് നമ്മൾ കാണുന്നത്? എങ്ങനെയാ പറയാ, ബ്യൂട്ടിഫുള്ളി റെൻഡേർഡ്. ചേച്ചി ഇത്രയും പതുക്കെ, പതുങ്ങി വളരെ ഇന്നസെന്റ് ആയിട്ട് ഇരുന്നിട്ട് ഇത്രയും വലിയൊരു സ്റ്റോറി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചേച്ചി പറഞ്ഞ പോലെ പലവർക്കും അറിയാത്ത കഥകളൊക്കെ എന്റർടൈനിങ് ആയിട്ട് പറഞ്ഞു തന്നു. പ്ലസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ് ചിരട്ട വെച്ചിട്ട് കുതിരയുടെ സൗണ്ട്. ഞാനും അതിങ്ങനെ നോക്കായിരുന്നു. കറക്റ്റ് കുതിര പോകുന്ന പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്തു. നിങ്ങൾ എല്ലാവരും ഗംഭീരമായിട്ട് സപ്പോർട്ട് ചെയ്തു. അടിപൊളിയായിരുന്നു. നിങ്ങളെ രണ്ടുപേരെയും കാണാൻ എനിക്കൊരു അവസരം കിട്ടിയതിന് ഈ അമൃത ടിവിയോട് അങ്ങേയറ്റം നന്ദിയുണ്ട്. താങ്ക് യു. അപ്പൊ എന്തായാലും ഞങ്ങളുടെ ഒരു സ്നേഹ സമ്മാനം നൽകാൻ പോവാണ് ഞാൻ എടുത്തത്.
ಕಿಟರು ನೀಕು ತಕಧೀಂ ನಾದ್ರ ಕಿಟ